നമസ്തേ ശങ്കരാചാര്യ സ്വാമി. നമ്മളിപ്പോഴേ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കേണ്ട അവസ്ഥയുണ്ട്. നമ്മുടെ സിദ്ധസംഗമത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മാർച്ച് 27-ാം തീയതി പ്രഭാകര സിദ്ധിയോത്സവത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ ആചരണം നടത്താൻ പോകുന്ന സിദ്ധസംഗമം. പക്ഷെ നമുക്ക് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന അമ്മ എന്താണ് ഈ സിദ്ധസംഗമം? ഒരുപാട് സംഗമങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഒന്ന് ഇപ്പൊ താങ്കളെ പോലുള്ള ഒരു സ്വാമി, അദ്ദേഹം നമ്മളെല്ലാം പ്രഭാകര സിദ്ധിയോത്സവത്തിന്റെ ഭക്തരാണ്. അല്ലെങ്കിൽ ശിഷ്യരെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല, എനിക്കുമില്ല. ഭക്തരാണ്. പക്ഷെ ഒരുപാട് അറിവ് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ആളാണ്. ഒരു ഉദ്യോഗത്തിൽ നിന്ന് കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നിട്ടും ഭാഗവതത്തിലാണേലും ഉപനിഷത്തിലാണേലും ജ്ഞാനവാസിഷ്ടമാണേലും എത്രയോ 50 കൊല്ലം കൊണ്ട് ശങ്കരാചാര്യ സ്വാമി പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ശങ്കരാചാര്യ സ്വാമി പറയുമ്പോൾ അതിനകത്തൊരു ഡെഫിനിഷനുണ്ട്, അതിനൊരു എഡിറ്റ് ചെയ്ത് പറയാനറിയാം. അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നു. ഇതിൻ്റെ നേട്ടം എന്താണ്, ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദയവായിട്ട് അതൊന്ന് ചുരുക്കി നമ്മുടെ ആൾക്കാർക്ക് അറിയത്തക്ക വിധത്തിൽ ഈ പിന്നെ എന്താണ് ഈ സിദ്ധസംഗമത്തിൽ നിന്ന് എന്താണ് നമുക്കൊരു ഒരു ജീവന് കിട്ടുന്ന ഒരു ഫലം, അല്ലെ നമ്മുടെ ആവശ്യം അതെന്ന് പറഞ്ഞാട്ടെ. ഞാനിപ്പം അതിനെക്കുറിച്ച് പറയാൻ അമ്മയ്ക്ക് ഇതൊക്കെ അറിയാവുന്നതാണെങ്കിൽ ചോദിച്ചപ്പോൾ പറയാം. ഈ മനുഷ്യന് 3 കിരണങ്ങൾ 3 കടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് 3 കിരണങ്ങളാണ്. ഒന്നാമത് നമുക്ക് ഫിസിക്കൽക്കുള്ള ഒരു കടം. ആ ഫിസിക്കൽക്കുള്ള കടം നമ്മൾ ബലിയൊക്കെ ഇട്ടും അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പം ഓച്ചരാനും ചെയ്യും. ഇങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട്. ഈ കടം തീർക്കാം. പിന്നെ രണ്ടാമത് അത് പറയുന്നത് പുത്രം ജനിച്ചു കഴിഞ്ഞ് പുത്രനോടായി കഴിയുമ്പോൾ ആ പിതൃവിന് സംതൃപ്തി വന്നിട്ട് അങ്ങനെ കടന്നു. അങ്ങനെ സന്തതി അന്നദാനങ്ങൾ ചെയ്യുന്ന തീർച്ചയായും. രണ്ടാമതായിട്ട് ദേവന്മാരുടെ കടമാണ്. അത് മിക്കവാറും നമ്മള് ദേവന്മാരുടെ കടം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേവ ഉപാസനയിലൂടെ മാറും. അപ്പൊ ദേവ ഉപാസന എന്ന് പറയുമ്പോൾ നമ്മൾ അരിപ്പാട്ടാണ് ക്ഷേത്രത്തിൽ ചോദിക്കുക. അതുകൊണ്ട് ദേവകടം എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അമ്പലത്തിൽ പോയി കുറച്ച് വഴിപാടിന് കൊടുത്ത് അച്ഛനിക്കും കൊടുത്ത് വീട്ടുകാരുടെ പേരിൽ എഴുതി കഴിയുമ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ വരുമെങ്കിലും നമ്മൾ ഏത് ദേവനാണ് നമ്മുടെ കുടുംബ പരദേവ. പരദേവ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ പരദേവതയ്ക്ക് ദേവതയാണല്ലോ. പരദേവത എന്ന് പറയുന്നത് സൂക്ഷ്മമായ അർത്ഥത്തിൽ ബ്രഹ്മത്തെ തന്നെയാണ് പരദേവത. അപ്പൊ പരദേവതയ്ക്കുള്ള പിന്നെ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഒന്നുമില്ലെങ്കിലും അതിന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുക. അതൊരു പ്രധാനമായിട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോധസത്ത, പക്ഷേ ചെറിയ ചെറിയ എനർജികളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് മന്ത്രങ്ങൾ, അല്ലേ? അതാണ് നമ്മുടെ കുടുംബ ദേവതകൾ. പല പല ഭാവങ്ങളുണ്ടല്ലോ. കുടുംബ അരിപ്പാട്ടാണെങ്കിൽ പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രം അപ്പൊ ആ മൂലമന്ത്രം ജപിക്കാതെ അമ്പലത്തിൽ പോയി തൊഴുത് കുറച്ച് നിർത്തിട്ടു. അല്ലെങ്കിൽ വേണ്ട, സുബ്രഹ്മണ്യന്റെ സഹസ്രനാമം ജീവിക്കാം. അപ്പൊ ഒരു 10-15 മിനിറ്റ് നമ്മൾ അമ്പലത്തിൽ ഇരുന്നിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് വഴിപാടുകൾ ഇല്ല, ഒരു ത്രിമധുരമെങ്കിലും കഴിക്കാം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു ചെറിയ ത്രിമധുരമോ വലിയ പിന്നെ അരിപ്പാട്ടാണ് പ്ലാപ്പായസം കഴിക്കും, വേണ്ട, ഒരു ത്രിമധുരമെങ്കിലും കഴിച്ച് ആ ദേവനെ തൃപ്തി വരുമ്പോൾ ആ ദേവ കടത്തി. മൂന്നാമെന്ന് പറഞ്ഞാൽ ഋഷികളുടെ കടന. ഈ 3 കടമുണ്ടെന്നുള്ളത് ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഇതിലേക്ക് വിശ്വാസം തരുള്ളൂ. എന്തോ കടവാ അങ്ങനെ കഴിക്കും. നമുക്കിപ്പോ ഈ കാലഘട്ടത്തില് നമ്മുടെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ജിജ്ഞാസുകൾ ഒത്തിരി ഉണ്ട്. ഒരുപാട് യുവതലമുറ എല്ലാം നല്ല പഠിപ്പിക്കുന്നുണ്ടാണ്. അവര് ഗൂഗിളൊക്കെ നോക്കുന്നുണ്ട്. നമുക്കിപ്പം നമ്മുടെ ഇത്രയും പ്രായമായവര് നമ്മളെ റീച്ചിങ് 70-80 കിടക്കും. നമുക്കറിയാവുന്ന നമുക്ക് അനുഭവമുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് വേണ്ടിട്ട് പറഞ്ഞു. നമുക്കറിയാം വേദവ്യാസൻ ഒരു ഋഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ കടം തിരിക്കണേ ഭാഗവതം വായിച്ചാൽ മതി, മഹാഭാരതം വായിച്ചാൽ മതി. അതും കടം തീരുകയാണ്. നമുക്കൊന്നും ഇപ്പൊ കടമില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അപ്പൊ അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിപ്പിക്കുക. അതുകൊണ്ട് ഋഷികളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴല്ലേ ആ തത്വം അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലേ? സനാതന ധർമ്മം അല്ലേ? എന്നാ പറയും, ധർമാർത്ഥ കാമമോക്ഷങ്ങളല്ലേ? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ കിട്ടണമെങ്കിൽ ഇതെല്ലാം അനുഷ്ഠിക്കണം. അവര് പറഞ്ഞത് കേൾക്കണം, അല്ലേ? അതാണ് അമ്മ ഇപ്പൊ ചെയ്യുന്ന ഈ മഹാസംഗമത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. ഋഷികളെ പൂജിക്കുക. ഋഷികളെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെ ഇപ്പൊ ഒരു പശുവിനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ കർപ്പൂരം കൊണ്ട് പൂജിക്കുക എന്നുള്ളതല്ല. അതിന് അന്നം കൊടുക്കുക, അതിന് കച്ചി, അതിന് വേണ്ട വെള്ളം. അതുപോലെ ഋഷി പറഞ്ഞിരിക്കുന്ന തത്വം ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാനാണ്. ഉദാഹരണമായിട്ട് പ്രധാന ദിവസം പറഞ്ഞ കാര്യം
വാക്കുമൻ പ്രവർത്തി ഗുരുത്തമാണ് അതെ. എന്ന് പറഞ്ഞാൽ അത് ആ ഗുരു പറയാൻ നമ്മൾ നിർവഹിച്ചു. സത്യം വേണം. സത്യം വധ ധർമ്മം ചെയ്യണം. നമ്മളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സത്യമാണ് വലുതെന്ന്. അതായത് മറ്റുള്ളവർക്ക് വേദനാജനകമായിട്ടുള്ള ഒന്നും തന്നെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുമ്പോഴേ ഇവർ 3 പേരും തൃപ്തിപ്പെടും. അപ്പൊ ഈ നമ്മളിപ്പോ ഈ വിളിക്കുന്നത് 18 സിദ്ധர்களാണ്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. 15 സിദ്ധന്മാർ തെക്കേ ഇന്ത്യയിലെ 15 സിദ്ധന്മാർ എന്ന് പറയുന്നത് പല സിദ്ധന്മാരല്ല, സിദ്ധന്റെ പരമ്പരയാ വരുന്നത്. സിദ്ധന്മാരെല്ലാം പോയി അതിന്റെ പരമ്പരപ്പെട്ട പാമ്പാട്ടി സിദ്ധരാണ് പ്രഭാസിദ്ധി എന്ന് പറയപ്പെടുന്നത്. എനിക്ക് പിന്നെ ഇപ്പൊ നമ്മള് അമ്മ പോയി അതെല്ലാ സ്ഥലങ്ങളും പോയി കണ്ടു. അതെ, ആ സിദ്ധന്മാരുടെ പരമ്പരയെ നമ്മൾ ആരാധിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട ഉപചാരങ്ങൾ ചെയ്യുമ്പോൾ ആ പരമ്പരയുടെ ഉത്ഭവത്തിലുള്ള സിദ്ധന്മാരുടെ അതായത് ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ്. അതായത് ആത്മഭാവത്തിൽ നോക്കുമ്പോൾ ഈ ഋഷികളുടെ നമ്മൾ പറയുന്ന ഈ സിദ്ധന്മാരുടെ പരമ്പരയിൽ ഏതെങ്കിലും ഒരു പരമ്പരയിൽ ഒരാളെ നമ്മൾ ബഹുമാനിച്ചാൽ അത് എല്ലാവരും അതാണ് നമ്മൾ നാരായണം പത്മഭൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മൾ അഗസ്ത്യ പരമ്പരയാണ് സ്വാമി കൂടുതലും വരുന്നത്. അപ്പം അഗസ്ത്യ പരമ്പരപ്പെട്ട ആളുകളാണ് ഈ അഗസ്ത്യ നാടി നോക്കുന്നത് തമിഴ്നാട്ടിൽ. പിന്നെ പഴനി ഭോഗറുണ്ട്. അപ്പൊ ഈ പരമ്പരയിൽ എല്ലാരും വരുന്നില്ല, കുറച്ചുപേരെ വരുന്നുള്ളൂ. അതിനെ ചാകാകല എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. അതായത് അടംകുട്ടി ആശാൻ എന്ന് പറഞ്ഞ 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്വാമിയല്ല, തിരുമൂലരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള എന്തോ വലിയ ഋഷി സിദ്ധൻ. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹമാണ് പത്മഗിരി സ്വാമി എന്നാണ് ഡോക്ടർ സുനിൽ ബാബു എന്നാണ് പറയുന്നത്. ഈ ചാകാകല എന്ന് പറഞ്ഞപ്പം അത് പ്രാണായാമം അല്ലേ?